ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഒഡീസി. അപ്പോൾ ഇനി കാണിക്കുന്നത് ഡെസേർട്ട് സഫാരിയിൽ എന്തൊക്കെ പാക്കേജസ് ആണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്നാണ്. അതായത് ഈ ഒരു പാക്കേജ് വരുന്നത് പല റേറ്റിലായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു ഡെസ്റ്റിനേഷൻ പറയും, അവിടെ നമ്മൾ ചെല്ലണം. അപ്പോൾ ഇവർ നമ്മളെ പിക്ക് ചെയ്തുകൊണ്ട് ഒരു ഡെസേർട്ടുള്ളിൽ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവിടെ നിന്ന് പറയുന്നത് ക്യാമൽ റൈഡിങ് ഉണ്ട്, അതേപോലെ ഹോഴ്സ് റൈഡിങ് ഉണ്ട്, അതേപോലെ തന്നെ അവിടെ തന്നെ കേട്ടോ ഈവൻറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നത്. അപ്പോൾ അത് ഇതേപോലെ ഒരു മജ്ലിസിലോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ആൻഡ് നമുക്ക് ഇവിടെ ഇരിക്കാം, ഫുഡ് കഴിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ആൻഡ് ഇതൊരു വരുന്നത് എനിക്കൊന്ന് 3 to 4 hours ആയിട്ടുള്ളൊരു പരിപാടിയാണ്. പിന്നെ ഈഗിൾ ഷോ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ കാര്യങ്ങൾ ഇതിനകത്തിൽ ഇവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുഡും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ VIP സീറ്റ് എടുക്കുകയാണെങ്കിൽ ഫുഡ് കുറച്ചുകൂടെ നല്ല പ്രിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഫുഡും കോഫി കാര്യങ്ങൾ സ്റ്റാള്, അതുപോലെ മെഹന്തി ഡിസൈൻ, അങ്ങനെയൊക്കെ കുറേ ആർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ കുറേ ഡാൻസസ് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അറബിക് ഡാൻസ്, പിന്നെ അതേപോലെ തന്നെ ബെല്ലി ഡാൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ബെല്ലി ഡാൻസിന് എനിക്കൊന്ന് 2-3 ആൾക്കാർ മാറി മാറിയാണ് ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ ലൈക്കൊരു എന്താ പറയുക, ടൂറിസം മെയിൻലി അട്രാക്റ്റഡ് ആവുന്ന ഒരു കൈൻഡ് ഓഫ് ഇവൻ്റ് ആട്ടോ ഇത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ആൾക്കാരുടെയും ലൈക്ക് ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് ഇതിനകത്തിൽ വരുന്ന പാക്കേജസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ 1 day പാക്കേജ് എടുത്തിട്ട് പോവുക. അപ്പോൾ നമ്മൾ പോയത് റോയൽ ഈഗിൾ എന്ന് പറഞ്ഞ ഒരു ടീമിൻ്റെ ഒരുപാട് ടീംസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ പോയത് നമുക്കറിയും. അപ്പോൾ നിങ്ങളിനി വേറെ എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രൈസ് ചേഞ്ച് വരുന്നിട്ടുണ്ടെങ്കിലും അതും ഇറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻ. സോ ഇതേപോലത്തെ ഫയർ ഡാൻസ് ഒക്കെ കുറേ നമുക്കവിടെ കാണാൻ സാധിക്കും. ഒരു നല്ലൊരു വൈബാട്ടോ. നമുക്ക് എപ്പോഴൊന്നും നമ്മൾ പോകുന്നില്ലെങ്കിലും ഒരിക്കലെങ്കിലും നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ടതാണ്. സോ അപ്പോൾ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ നാളെ കാണാം. ബൈ.